ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. To the right goal through the right path. ProfCon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. നന്മയുടെ നറുമധുരവും ധർമ്മബോധത്തിന്റെ ധവളിമയുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ മറക്കാനാവാത്ത 3 ദിനരാത്രങ്ങൾ. തിരക്കൊഴിയാത്ത ജീവിതക്രമത്തിൽ നിന്നും സ്വസ്ഥത നൽകാത്ത പഠനാന്തരീക്ഷത്തിൽ നിന്നും ബോധപൂർവം നീക്കിവെച്ച വിജ്ഞാന വിനിമയത്തിന്റെയും വിവരശേഖരണത്തിന്റെയും വിലപ്പെട്ട നാളുകൾ. മരണത്തിനും ജീവിതത്തിനുമപ്പുറം കാത്തുകിടക്കുന്ന യഥാർത്ഥ ജീവിതം അനന്തമാണെന്നും അത് അന്വർത്ഥമാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെയും വിജ്ഞാന കുതുകികളുടെയും ഹൃദ്യമായ സമാഗമം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ഫാർമസി, നഴ്സിംഗ്, ലോ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ സൗഹൃദ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം. അന്താരാഷ്ട്ര പ്രശസ്തരായ അതിഥികളെ അണിനിരത്തി 3 വേദികളിൽ 5 ഭാഷകളിലായി നടന്ന പ്രൗഢഗംഭീരമായ ദേശീയ വിദ്യാർത്ഥി സമ്മേളനം. രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഭരണകർത്താക്കളും അറിയപ്പെടുന്ന അക്കാദമിക വിചക്ഷണരും കഴിവുറ്റ കരിയർ പരിശീലകരും മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ഐതിഹാസിക സമ്മേളനം. അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിച്ച് അത്യധികം ഉത്സാഹത്തോടെ അതിലുപരി പ്രതിഫലേച്ഛയോടെ ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ സേവകരുടെ മനം നിറഞ്ഞ സാന്നിധ്യം. പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളും ആവേശകരമായ ചർച്ചകളും വിജ്ഞാനദായകമായ ചോദ്യോത്തരങ്ങളും സമ്മാനിച്ച് മലപ്പുറം MSP ഗ്രൗണ്ടിൽ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പരിസമാപ്തി കുറിച്ചു. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. الحمدلله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. പ്രിയമുള്ള MSMൻ്റെ സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് പുണ്യം ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സ്വഹാബിമാരുടെ ചരിത്രത്തിൽ നിന്ന് എന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്നെ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധിയിൽ നിന്നുകൊണ്ട് പടച്ചതമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നമ്മുടെ MSMൻ്റെ കീഴിൽ നടന്നു വരുന്ന ഈ പ്രൂഫ് കോഡിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നു തരേണ്ടുന്ന ഒരു ഭാഗമാണ് എൻ്റെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിന് ആവേശം പകരുന്ന, അതേപോലെ തന്നെ ഏതൊരു ചരിത്രം വായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളവും വമ്പിച്ച അത്ഭുതങ്ങൾ കാണുന്ന, അതേപോലെ തന്നെ ഒരു അനുയായി വൃന്ദം, അവരുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ സാധാരണ നമ്മൾ കാണാറുണ്ട്, ഇപ്പം നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ കലാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പല പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടിയും തല്ലുകൊള്ളുകയും സമരം ചെയ്യുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഖൈറു ഉമ്മത്തി ഖറനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ എൻ്റെ തലമുറയാണ് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് ആ ചുണ്ടിൽ നിന്ന് ദീൻ പഠിച്ച് അതിൽ ആ ഒരു ആദർശത്തിനു വേണ്ടി ജീവിതം നീക്കിവെച്ച സഹാബികളുടെ ചരിത്രം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനികമായ ആവേശം അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു വിശ്വാസത്തോട് അത്രയേറെ ആത്മാർത്ഥത പുലർത്തി. പലപ്പോഴും നമുക്ക് ആ ഒരു ചരിത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രയോ രാഷ്ട്ര നായകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും അത് കൃത്യമായി നമ്മൾ പരീക്ഷാ പേപ്പറിൽ പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടാത്ത ഒരു തരം അനുഭൂതി, ആ ഒരു അനുഭൂതി സഹാബത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥമായ ഒരു ആദർശം, ഏറ്റവും സത്യമായ കലർപ്പില്ലാത്ത ഒരു ആദർശം, ആ ആദർശത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ സന്നദ്ധമായ ഒരു അനുയായി വൃന്ദം, അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് നമുക്ക് സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുക. ഞാൻ ആദ്യമായി ഓതിവെച്ച ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല
പ്രശംസാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അള്ളാഹുവുമായി എടുത്ത കരാറിൽ അവർ സത്യസന്ധത പുലർത്തി. അള്ളാഹുമായോടുള്ള കരാറിൽ അവർ സത്യസന്ധത പുലർത്തി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ കരാർ എന്താണ്? നമ്മുടെ ജീവനും സമ്പാദ്യവും എല്ലാം വിലപിടിച്ചത് എന്തായി നമ്മൾ കാണുന്നുവോ അതെല്ലാം അവൻ്റെ ഇസ്ലാമിനു വേണ്ടി, അവൻ്റെ മതത്തിനു വേണ്ടി നമ്മൾ ത്യജിക്കാൻ തയ്യാറാണ്. അപ്പം ഇങ്ങനെ പ്രഖ്യാപിച്ച ചില മനുഷ്യന്മാർ അത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, ഫമിൻഹും മൻ ഖളാ നഹ്ബഹു. ആ നേർച്ചയെ നിറവേറ്റിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. ആ നേർച്ച നിറവേറ്റിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ വമിൻഹും മൻ യന്തദിർ. തങ്ങളുടെ ആ ഒരു അവസരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല. അവർ അവരുടെ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റം വരുത്തുന്നതല്ല. ആ ഒരു സഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ നിലപാടുകളെ വിശദീകരിക്കുന്ന ഒരു കൃത്യമായൊരു വചനമാണ് നമ്മൾ പഠിച്ചത്. എന്താണത്? സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അള്ളാഹുവുമായി അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാ നിലക്കും തങ്ങളുടെ ജീവനാകട്ടെ ജീവൻ വേണ്ടിടത്ത് ജീവൻ കൊടുക്കാൻ, സമ്പത്താകട്ടെ അത് വേണ്ടിടത്ത് സമ്പത്ത് ചെലവഴിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് കരാറിൽ ഏർപ്പെട്ട സത്യവിശ്വാസികൾ. അതോടൊപ്പം തന്നെ അവരിൽ ചില ആളുകളുണ്ട്. അവരെന്താ? അവർ അള്ളാഹുമായുള്ള കരാറിനെ അവർ പൂർത്തീകരിച്ചു. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവസരം കിട്ടിയപ്പോൾ അവർ ഷഹീദിൻ്റെ പാത തിരഞ്ഞെടുത്തു. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് എന്താ? അവരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അവർ കാത്തിരിക്കുകയാണ്. ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അല്ലാ, നിന്റെ മാർഗത്തിൽ സമ്പത്തിനെ ചെലവഴിക്കാൻ, നിന്റെ മാർഗത്തിൽ എൻ്റെ അധ്വാനത്തെ ചെലവഴിക്കാൻ, നാഥ ഒരു വേള എൻ്റെ ആയുസ്സാണ് ആവശ്യമെങ്കിൽ അത് ചെലവഴിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരണങ്ങളിൽ കൃത്യമായി നൽകുന്നിടത്ത് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ നൽകിയൊരു ചരിത്രമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പിതൃവ്യൻ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അതൊരു മനസ്സിലൊരു വിഷമമായിട്ട് കൊണ്ടു നടക്കുന്ന അനസ് ഇബ്നു നളർ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. എന്താ പ്രകടിപ്പിക്കുന്നത്? പടച്ചോനെ, ഒന്നാമത്തെ ആ ഒരു അവസരം എനിക്ക് നഷ്ടമായി. ഇനി ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ കൃത്യമായി ഞാൻ മുതലാക്കും. അങ്ങനെ നമുക്കറിയാം, ഇസ്ലാമിക ലോകത്തിലെ രണ്ടാമത്തെ യുദ്ധം ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു രംഗം. ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാം, അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുന്നു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുമ്പോൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അപ്പം അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഈമാനികമായൊരു പ്രചോദനം നൽകുന്ന ഒരു വർത്തമാനം. എന്ത്? ആ ഉഹദ് മലയുടെ താഴ്വാരത്തു കൂടി ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സ്വന്തം ജീവനാണ് ഒരവസരം കിട്ടിയപ്പോൾ അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നത്. ഈ തരുണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണത്? ഈ ഇസ്ലാമിക ദഅവ പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കർമ്മശേഷി അത്യാവശ്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നിലയിലും നമ്മുടെ സാഹചര്യത്തിലും സന്ദർഭത്തിലും നിന്നുകൊണ്ട് ഈ ദീനിനു വേണ്ടി നമ്മൾ എന്തു സമർപ്പിച്ചു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സഹാബിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏതൊരു ദാഇക്കും മുതൽ കൂട്ടാവുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ഭാഗം പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം വിരാമമിടാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ, അതേപോലെ തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ. നമുക്കറിയാം,
ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൊക്കെ പ്രവാചകനോട് രൂപസാദൃശ്യമുള്ള, പ്രവാചകൻ്റെ പെരുമാറ്റത്തോട് അടുത്തു നിൽക്കുന്ന, പ്രവാചകൻ തന്നെ അത് നേരിട്ട് പറയുന്നുണ്ട്, എന്ത്, എൻ്റെ ഹുലുക്കിലും അതേപോലെ തന്നെ ഹൽക്കിലും എൻ്റെ പ്രകൃതത്തിലും പെരുമാറ്റത്തിലും സാമ്യമുള്ളവൻ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഞാനത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും നൈപുണികളൊക്കെ ഉള്ള ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക രംഗത്ത് എങ്ങനെ സജീവമാകാൻ കഴിയും എന്നുള്ള ഒരു ചൂണ്ടുപലകയാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇസ്ലാമിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് മർദ്ദനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് ആ ഒരു ആദർശവുമായി ജീവിക്കുന്നവരെ എങ്ങനെ മർദ്ദിക്കാം, ആ തരത്തിൽ കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലോകം കണ്ട നേതാവ് ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ആകുലതകളുള്ള ആ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തൻ്റെ അനുയായികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ആകുലതയുള്ള, ഉത്കണ്ഠയുള്ള ഒരു പ്രവാചകൻ, തൻ്റെ അനുചരന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. എന്താ ഇത്? ഇന്ന ബി അർളിൽ ഹബിഷത്തി മലിക്കൻ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹബിഷയിലൊരു രാജാവുണ്ട്. ആ രാജാവ് ലാ യുദ്ലമു അഹദുൻ ഇൻദഹു. അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തുന്ന ഒരാളെയും അദ്ദേഹം എന്തു ചെയ്യില്ല? ആക്രമിക്കുകയില്ല. ഫൽഹിഖു ബി ബിലാദിഹി ഹത്താ യജ്അലല്ലാഹ്. നിങ്ങൾ ആ നാട്ടിലേക്ക് ചെന്നു ചേരുക. അള്ളാഹു ഈ ദീനിനൊരു ആശ്വാസവും അതേപോലെ തന്നെ ഒരു കൃത്യമായിട്ടൊരു സമാധാനത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുന്നതുവരെ ആ നാട്ടിൽ പോയി നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ സംഘാംഗങ്ങളായിട്ട് അബിസീനയിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയിട്ട് സമാധാനമായിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇബാദത്തെടുത്ത് ശാന്തമായൊരു ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായും മുശ്രിക്കുകളായ ആളുകൾ അവരുടെ നേതാക്കന്മാർ കൂടിയാലോചന നടത്തുന്നു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മുടെ നാട്ടുകാർ നമ്മൾ പറയാതെ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് ഒരു പുതിയ മതവുമായിട്ട് ജീവിക്കുന്നു, അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ അവർ കൂടിയാലോചിച്ച് അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് അവരെടുക്കുന്ന തീരുമാനം എന്താ? കുറേ സമ്മാനങ്ങളുമായിട്ട് അവർ അഭയം പ്രാപിച്ച ആ രാജാവിനെ പോയി കാണുക, നജാശി രാജാവിനെ പോയി കാണുക, എന്നിട്ടോ അവരെ തിരിച്ചു കൊണ്ടുവരിക. അവരെ അങ്ങനെ സമാധാനപൂർണമായി വിട്ടേക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെ രണ്ടാളുകളെ ചുമതലപ്പെടുത്തുന്നു. ആ രണ്ടാളുകൾ ഒരുപാട് സമ്മാനങ്ങളുമായി രാജാവിനെ ചെന്ന് കാണുന്നു. രാജാവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം പറയുന്നു, അയ്യുഹൽ മലിക്, രാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ, ഞങ്ങളുടെ കബീലകളിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരായിട്ടുള്ള കുറേ ആളുകൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ ഞങ്ങളുടെ നേതാക്കന്മാരെ ധിക്കരിച്ചുകൊണ്ടും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആചരിച്ചു വരുന്ന ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും ധിക്കരിച്ചുകൊണ്ടുമാണ് അവരിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങൊന്ന് ദയവ് ചെയ്ത് അവരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം. ഞങ്ങൾ താങ്കളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിമാരുടെ പ്രതീതികളായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു ആവശ്യം ഒരിക്കലും അങ്ങ് എന്തു ചെയ്യാൻ പാടില്ല, തട്ടിക്കളയാൻ പാടില്ല. അപ്പം നജാശി രാജാവിനെ കുറിച്ച് ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താ വർത്തമാനം? മറ്റൊരു നാടും ഇപ്പറഞ്ഞ ആളുകൾ തെരഞ്ഞെടുത്തില്ല, അവരെൻ്റെ നാട് തെരഞ്ഞെടുത്തു. മറ്റൊരു രാജാവിനെയും അവർ തെരഞ്ഞെടുത്തില്ല, അവർ രാജാവായിട്ട് എൻ്റെ രാജ്യവും അതേപോലെ തന്നെ രാജാവായിട്ട് എന്നെയുമാണ് അവർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള ഒരു ന്യായമായ അവസരമെങ്കിലും അവർക്ക് വകവെച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ, അഥവാ നിങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ രാജാവിൻ്റെ ദൂതൻ
ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് കൊച്ചു സംഘാംഗങ്ങളായിക്കൊണ്ട് ആ ദീനനുസരിച്ച് ജീവിക്കുന്ന കൂട്ടായ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ രാജാവിനൊരാവശ്യമുണ്ട്, നിങ്ങൾ വന്ന് വിശദീകരിക്കണം. അവർ കൂട്ടായി ആലോചിച്ചു എന്തു ചെയ്യണം. അവസാനം ഒരു തീരുമാനമുണ്ടായി, എന്തു തന്നെ സംഭവിക്കട്ടെ, എന്തു തന്നെ സംഭവിച്ചാലും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം, നമ്മളെ ഏൽപ്പിച്ച, നമ്മൾ ഉൾക്കൊണ്ട ആദർശമുണ്ടല്ലോ, അത് എന്തു തന്നെ സംഭവിച്ചാലും വെട്ടി തുറന്നു പറയുക തന്നെ. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമോ അത് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾ ആ ഭാഷയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആ ഭാഷാ ചാതുര്യവും ആ മനസ്സിൽ നിന്നും മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വർത്തമാനവും അതിൻ്റെ ഒരു പരിഭാഷ, സമയത്തിൻ്റെ ദൈർഘ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. എന്താ അദ്ദേഹം പറയുന്നത്? ഓ മഹാരാജാവേ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നത് നിങ്ങളൊരു മാന്യനായിട്ട് ഞങ്ങൾ കേട്ടറിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ ഒരുപാട് അക്രമ ജീവിതം നയിച്ച ആളുകളാണ്. ഞങ്ങളുടെ അതിഥികളെ ആട്ടിപ്പുറത്താക്കുകയും ഞങ്ങളുടെ അയൽവാസികളോട് ധിക്കാരപരമായ സമീപനം പുലർത്തുകയും അതേപോലെ തന്നെ ഞങ്ങളിലെ ശക്തൻ ദുർബലൻ്റെ മുതലിനെ അന്യായമായി ഭക്ഷിക്കുകയും ഞങ്ങളെ അനാഥയെ ആക്രമിക്കുകയും കുടുംബ ബന്ധങ്ങളെ വെട്ടിമാറ്റുകയും അതേപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഞങ്ങൾ. ഇത്ര സുന്ദരമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ ജീവിതക്രമത്തെ അദ്ദേഹം കിട്ടിയ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. ഒരു വലിയ ഒരു സാഹിത്യകാരനായിട്ടല്ല, ഉൾക്കൊണ്ട ആദർശം അത് മനസ്സിൽ വന്ന് തിങ്ങി നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു ആക്ഷേപം പറഞ്ഞപ്പോൾ സവിസ്തരം പറഞ്ഞു കൊടുക്കുക. രാജാവേ, ഞങ്ങളാരാ ഏറ്റവും ദുനിയാവിൻ്റെ മുകളിൽ ജീവിക്കുന്ന വൃത്തികെട്ട മനുഷ്യന്മാർ, കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാത്ത, മാതാപിതാക്കളെ പരിഗണിക്കാത്ത, അതേപോലെ തന്നെ ദീർഘമായി ഒരു